നമ്മളിപ്പോൾ കാഴ്ച പരിമിതി ഉള്ളവരെ നോക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ കാഴ്ചശക്തി വളരെ കുറഞ്ഞ കാഴ്ചയുള്ളവരെയൊക്കെ എടുക്കുമ്പം കുരിശിൻ്റെ വഴി നമ്മളെന്നും കണ്ടിട്ടുണ്ട്. എപ്പോഴും നമ്മുടെ പള്ളികളിലെ ഭിത്തികളിൽ അത് മണ്ടയിലാണ്. എന്നാൽ അത് എന്തുകൊണ്ട് നമുക്ക് അവർക്ക് സ്പർശനമാവുന്ന രീതിയിൽ താഴെയോട്ട് എത്തിക്കുകയും അത് മാത്രമല്ല അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതിനെ എങ്ങനെ നമുക്ക് കൺവേർട്ടാക്കി എടുക്കാൻ പറ്റുമെന്നുള്ള ഒരു ചിന്താശേഷിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് കുരിശിൻ്റെ വഴിയുടെ ടാക്റ്റൈൽ കുരിശിൻ്റെ വഴി എന്ന് വേണേൽ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം അതിനെ. അതായത് ഈ കുരിശിൻ്റെ വഴിയുടെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആ ഓരോ സ്റ്റേഷനും, അതായത് ഓരോ സ്ഥലത്തും ഈശോമിശിഹയ്ക്ക് ഓരോ സ്ഥലത്തൂടെയും ഈശോമിശിഹ പോയപ്പോൾ സംഭവിച്ച കാര്യങ്ങളെ വളരെ ഡീപ്പായിട്ടുള്ള രീതിയിൽ വളരെ ഡീപ്പായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുവാണ് ഇവിടെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ടാക്റ്റൈൽ രൂപത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് ഏകദേശം 4 പേരുണ്ട്. ഈ 4 പേര് ആരാണെന്ന് ടാക്റ്റൈലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തേക്കുക. അതായത് കണ്ണ് കാണാത്ത ഒരാൾ വന്ന് നമ്മളുടെ ഈ രൂപത്തിൽ കൂടെ കൈ തൊടുമ്പോൾ ഇവിടെ താഴെ അത് ആരാണെന്ന് മാർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ടാക്റ്റൈൽ മെഷറും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ താഴെ നമുക്ക് കാണാം, ഇത് ഈശോ, ഇത് റോമൻ പടയാളി, ഇതൊരു കുട്ടി, ഇതൊരു വുമൺ അല്ലെങ്കിൽ ഒരു അമ്മ, അല്ലേ? ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ ആരൊക്കെയായിരുന്നു, എന്നിട്ട് ഈ സ്ഥലം എന്താണെന്നും അത് ബ്രെയിൽ രൂപേണ മനസ്സിലാവുന്ന രീതിയിൽ. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, ബ്രെയിലിലൂടെയാണ് കൂടുതൽ കമ്മ്യൂണിക്കേഷൻ അവർ പഠിക്കുന്നത്. അത് മാത്രമല്ല അവരുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. അപ്പോൾ അതാണ് നിങ്ങൾ കാണുന്നത് ഇവിടെ. ഓക്കെ, ഇത് ചെയ്യാനുള്ള ഒരു മേജർ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പള്ളികളും നമ്മുടെ ഫെയ്ത്തും, എസ്പെഷ്യലി വിശ്വാസം, അത് കുറച്ചും കൂടെയൊക്കെ ആക്സസിബിൾ ആകുക, ഇൻക്ലൂസീവ് ആകുക. അതുകൊണ്ടാണ് പുത്തൻപള്ളി തന്നെ സെലക്ട് ചെയ്യാൻ കാരണം. ഇതൊരു നമുക്കറിയാവുന്നത് പോലെ ഒരു തീർത്ഥാടന കേന്ദ്രം കൂടെയാണ്.